ഈ ബന്ധം ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞ് 2 പിഞ്ചുമക്കളെ പാതി വഴിയിൽ തനിച്ചാക്കി അവൾ പടിയിറങ്ങിപ്പോയി. നീണ്ട നിയമപോരാട്ടങ്ങൾക്കൊടുവിൽ കോടതി മുറിയിൽ വെച്ച് അവൾ മുന്നോട്ട് വെച്ച നിർദ്ദേശം ഇതായിരുന്നു: വേണമെങ്കിൽ ഒരു കുട്ടിയെ ഞാൻ നോക്കിക്കൊള്ളാം, മറ്റവളെ നിങ്ങളെടുത്തോ. സ്വന്തം ചോരയിൽ പിറന്ന മക്കളെ കച്ചവട ചരക്കുകളെ പോലെ വീതം വെക്കാൻ തുനിഞ്ഞ ആ അമ്മയുടെ വാക്കിനു മുന്നിൽ തളർന്നു പോകാതെ ലോകത്തോട് പൊരുതി ജയിച്ച ഒരച്ഛന്റെ കഥയാണിത്. പ്രതികൂല സാഹചര്യങ്ങളെ തന്റെ നിശ്ചയദാർഢ്യം കൊണ്ട് തോൽപ്പിച്ച് ഒരേ സമയം അച്ഛനായും അമ്മയായും മാറിയ ഒരു സാധാരണക്കാരന്റെ അസാധാരണമായ ജീവിതയാത്ര നമുക്കേവർക്കും വലിയ പ്രചോദനമാണ്. നഗരത്തിലെ തിരക്കേറിയ വീഥികളിലൂടെ ഭക്ഷണപ്പൊതികളുമായി പായുന്ന ഒരു ട്രക്ക്, അതിന്റെ പിൻസീറ്റിലിരുന്ന് പുറം ലോകത്തെ കൗതുകത്തോടെ നോക്കുന്ന സ്വപ്നങ്ങൾ നെയ്യുന്ന 2 പെൺകുട്ടികൾ. ആ നഗരവാസികൾക്ക് ഈ കാഴ്ച ഇന്ന് പരിചിതമാണ്. എന്നാൽ ആ ട്രക്കിന്റെ സ്റ്റിയറിംഗിൽ മുറുകെ പിടിച്ചിരിക്കുന്ന മനുഷ്യന്റെ ഉള്ളിൽ ഒരു കടലോളം അനുഭവങ്ങളുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ തന്നെ നമുക്കത് കേൾക്കാം. ജോലിയുടെ ഭാഗമായി ന്യൂയോർക്കിലെത്തിയപ്പോഴാണ് 2012 അവളെ ഞാൻ ആദ്യമായി കാണുന്നത്. ഒരു സാധാരണ സൗഹൃദമായി തുടങ്ങിയ ഞങ്ങളുടെ ബന്ധം പിന്നീട് തീവ്രമായ പ്രണയമായി മാറി. ആ പ്രണയം വിവാഹത്തിൽ കലാശിച്ചു. 2015 ഞങ്ങളുടെ ആദ്യ കൺമണിയായ കുദ്രത്ത് ജനിച്ചു. 1.5 വർഷത്തിന് ശേഷം രണ്ടാമത്തെ മകൾ കിസ്മത്തും ജീവിതത്തിലേക്ക് വന്നതോടെ എന്റെ ലോകം പൂർണ്ണമായെന്ന് ഞാൻ വിശ്വസിച്ചു. അന്ന് ഞാൻ കരുതിയിരുന്നത് ജീവിതത്തിൽ നേടാനുള്ളതെല്ലാം ഞാൻ നേടിയെടുത്തു എന്നാണ്. കുഞ്ഞുങ്ങൾക്കൊപ്പം അത്രമേൽ സന്തോഷത്തോടെയാണ് ഞങ്ങളുടെ ജീവിതം മുന്നോട്ടു പോയിരുന്നത്. എന്നാൽ കാലം കടന്നുപോയപ്പോൾ പ്രണയത്തിന്റെ സ്ഥാനത്ത് അകൽച്ചകൾ നുഴഞ്ഞുകയറാൻ തുടങ്ങി. ചെറിയ അസ്വാരസ്യങ്ങൾ വലിയ കലഹങ്ങളായി മാറി. ഒടുവിൽ കോവിഡ് കാലത്താണ് ഞങ്ങൾ വേർപിരിയാൻ തീരുമാനിക്കുന്നത്. പക്ഷേ അതൊരു വലിയ യുദ്ധത്തിന്റെ തുടക്കമായിരുന്നു. കുട്ടികളുടെ കസ്റ്റഡിക്ക് വേണ്ടിയുള്ള നിയമ നടപടികൾ ഏകദേശം 3 വർഷത്തോളം നീണ്ടുനിന്നു. കോടതിയിലെ ചർച്ചകൾക്കിടയിൽ അവൾ പറഞ്ഞ ഒരു വാചകം എന്റെ രക്തം തിളപ്പിച്ചു: 2 പെൺകുട്ടികളെയും ഒന്നിച്ച് വളർത്തുക എന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഒരാളെ ഞാൻ കൊണ്ടുപോകാം, മറ്റേയാളെ നീ നോക്കിക്കോ എന്നായിരുന്നു അവളുടെ നിലപാട്. ആ നിമിഷം എന്റെ ഉള്ളിൽ ആളിപ്പടർന്നത് സങ്കടമായിരുന്നില്ല, മറിച്ച് ഒരു വാശിയായിരുന്നു. എനിക്ക് അവരില്ലാതെ ജീവിക്കുന്നത് ഒരുപക്ഷെ സഹിക്കാൻ കഴിഞ്ഞേക്കാം, പക്ഷേ ആ കുഞ്ഞുങ്ങളെ തമ്മിൽ വേർപിരിക്കുന്നത് എനിക്ക് ആലോചിക്കാൻ പോലും കഴിയില്ലായിരുന്നു. അവർ വെറും സഹോദരിമാർ മാത്രമായിരുന്നില്ല, അവർ ആത്മാക്കൾ പങ്കിടുന്ന ഉറ്റ സുഹൃത്തുക്കൾ കൂടിയായിരുന്നു. അവർ ഒരുമിച്ച് വളരണമെന്ന് ഞാൻ ഉറപ്പിച്ചു. പലരും എന്നെ പിന്തിരിപ്പിക്കാനായി ശ്രമിച്ചു. ഇതൊരു വലിയ ഉത്തരവാദിത്വമാണ്. നീ എങ്ങനെ ഒറ്റയ്ക്ക് 2 പെൺകുട്ടികളെ വളർത്തും? നിനക്ക് ഭ്രാന്താണോ എന്നൊക്കെ ആളുകൾ ആ സമയം എന്നോട് ചോദിച്ചു. പക്ഷേ എനിക്ക് എന്നിൽ വിശ്വാസമുണ്ടായിരുന്നു. ഞാൻ അവരുടെ പപ്പയല്ലേ, എനിക്കല്ലാതെ മറ്റാർക്കാണ് അവരെ പൊന്നുപോലെ നോക്കാൻ കഴിയുക? അങ്ങനെ 3 വർഷത്തെ നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ എന്റെ 2 പെൺമക്കളുടെയും പൂർണ്ണ കസ്റ്റഡി എനിക്ക് ലഭിച്ചു. അന്നാണ് എന്റെ ജീവിതം ശരിക്കും പുനരാരംഭിച്ചത്. ട്രക്ക് ഡ്രൈവറായിരുന്ന എനിക്ക് മുൻപ് ഉറക്കമില്ലാത്ത രാത്രികളായിരുന്നു. നല്ല ശമ്പളമുണ്ടായിരുന്നുവെങ്കിലും 12 മുതൽ 16 മണിക്കൂർ വരെ റോഡിൽ ചിലവഴിക്കേണ്ടി വന്നിരുന്നു. എന്നാൽ ബന്ധം ഏർപ്പെടുത്തിയ ശേഷം എന്റെ മക്കളെ പിരിഞ്ഞ് അത്രയും നേരം നിൽക്കാൻ എനിക്ക് കഴിയില്ലായിരുന്നു. അതുകൊണ്ട് ആ ജോലി ഞാൻ വേണ്ടെന്ന് വെച്ചു. കുട്ടികളുടെ സമയത്തിന് അനുസരിച്ച് എനിക്ക് ചെയ്യാൻ കഴിയുന്ന ഫുഡ് ഡെലിവറി പോലെയുള്ള ചെറിയ ജോലികളിലേക്ക് ഞാൻ മാറി. അങ്ങനെ 2 പെൺമക്കളും അവരുടെ പുസ്തകങ്ങളും ലഞ്ച് ബോക്സുകളും ബഹളവും എല്ലാം എന്റെ ജീവിതത്തിന്റെ ഭാഗമായി മാറി. ഇന്ന് രാവിലെ 7 മണിക്ക് ഞാൻ അവരെ ഒരുക്കി സ്കൂളിലേക്ക് പറഞ്ഞു വിടുന്നു. വൈകുന്നേരം 3 മണിക്ക് അവരെ തിരികെ കൂട്ടുന്നു. അവരുടെ ഹോംവർക്കുകളിൽ ഞാൻ സഹായിക്കുന്നു. വാരാന്ത്യങ്ങളിൽ ഞാൻ ജോലിക്ക് പോകുമ്പോൾ അവർ എന്റെ ട്രക്കിന്റെ പിൻസീറ്റിലുണ്ടാകും. അവർക്കതൊരു വലിയ വിനോദമാണ്. ഇന്ന് എന്റെ ലോകം തന്നെ അവർ 2 പേരുമാണ്. അവരുടെ മുടി പിന്നിക്കെട്ടാനും ഇഷ്ടമുള്ള ഭക്ഷണം പാകം ചെയ്യാനും എല്ലാം ഇപ്പോൾ ഞാൻ പഠിച്ചു. വളർന്നുവരുന്ന പെൺകുട്ടികളായതുകൊണ്ട് തന്നെ അവരുടെ ശാരീരിക മാറ്റങ്ങളെക്കുറിച്ചും ആർത്തവത്തെക്കുറിച്ചും മടിയില്ലാതെ വലിയ ക്ഷമയോടെ അവർക്ക് പറഞ്ഞുകൊടുക്കാൻ ഞാൻ എന്നെ തന്നെ പാകപ്പെടുത്തി. ഒരച്ഛൻ ഒരിക്കലും അമ്മയാകാൻ കഴിയില്ല എന്ന് പലരും പറയാറുണ്ട്. പക്ഷേ ഞാനത് സമ്മതിച്ചു തരില്ല. എന്റെ മക്കൾക്ക് വേണ്ടി ഞാൻ അച്ഛനുമാണ്, അമ്മയുമാണ്. ഇന്ന് കുദ്രത്തും കിസ്മത്തും വളരുകയാണ്, അവരോടൊപ്പം ഞാനും. ഈ ലോകത്ത് എനിക്ക് എന്റേതെന്ന് പറയാൻ ഇവർ 2 പേരും മാത്രമേയുള്ളൂ. അവരാണ് ഇനി എന്നെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരേയൊരു ഘടകം. ഇങ്ങനെയായിരുന്നു യുവാവ് പങ്കുവെച്ച കുറിപ്പ്. ജീവിതം നമ്മെ തളർത്താൻ നോക്കുമ്പോഴെല്ലാം സ്നേഹത്തിന്റെ കരുത്തുകൊണ്ട് അതിനെ അതിജീവിക്കാമെന്ന ഈ യുവാവിന്റെ ജീവിതം നമുക്ക് കാണിച്ചു തരുന്നു. ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്നവർക്കിടയിൽ തന്റെ മക്കൾക്ക് വേണ്ടി സ്വന്തം ജീവിതം തന്നെ മാറ്റിവെച്ച ഈ മനുഷ്യനൊരു അത്ഭുതം തന്നെയാണ്.